ഞങ്ങൾക്ക് വരുന്ന കമന്റുകളിലാണെങ്കിലും കൂടുതലും ഇത് തന്നെയാണ്. ശരിക്കും നിങ്ങൾ ശരിക്കും പറ, നിങ്ങൾ അമ്മയും മോളും ആണോ, ഒന്നും കൂടെ പറയാവോ? ഒന്ന് പറഞ്ഞാലും അവർ പിന്നെ ചോദിക്കും, ശരിക്കും ഒന്നും കൂടെ പറയാവോ? മകളെ ശരിക്കും ഞാൻ തന്നെ സ്വന്തമായി കണ്ടുപിടിച്ചതാണ്. ഒരു ദുർലഭ നിമിഷത്തിൽ പെട്ടെന്നൊരു ഫേസ് അട്രാക്റ്റഡ് ആയി. ഒരു ആക്ട്രസിന്റെ ഫേസ് കട്ടായിട്ട് എനിക്ക് അന്ന് തോന്നിട്ടോ. ശരിക്കും കോവിഡിന്റെ പീക്ക് ടൈമിലായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഓസ്ട്രേലിയയിൽ, ഞങ്ങൾ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ. എന്റെ പേരൻസ് ഇവിടെ ആയിരുന്നു. നിമിഷയുടെ പേരൻസ് ഞങ്ങളുടെ കല്യാണം നടത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അന്നേരമാണ് ഈ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. തലേ ദിവസം പോയി നമ്മൾ തന്നെ പോയി ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് കല്യാണത്തിന് അന്ന് രാവിലെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് തന്നെ നമ്മൾ നല്ല കണ്ണീന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകുവാണ്. ഭയങ്കര കുറേ നേരം കരഞ്ഞോട്ടെ. കാരണന്മാർക്ക് എപ്പോഴും ഒരു സങ്കല്പമുണ്ട്, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം, എൻ്റെ മോൻ്റെ കല്യാണം എങ്ങനെ വേണം, ഇത് നമുക്ക് അങ്ങനെ ചെയ്യണം, ഇന്നത് ഇടണം, അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി ആദ്യത്തെ കല്യാണം കൂടി അത് കഴിഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നി. പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ലല്ലോ. ആദ്യമായിട്ട് ചരിത്രത്തിലെ വരൻ മാത്രം പോയി കല്യാണം അറ്റൻഡ് ചെയ്ത കല്യാണം ഞങ്ങളുടെ കല്യാണം. രണ്ടാമത് മൂത്തമ്മൻ രണ്ടാമതാണ് കിട്ടിയത്. രണ്ടാമത് കിട്ടിയെന്ന് പറയുമ്പോ കൺഫ്യൂഷൻ വരും. രണ്ട് കിട്ടിയിട്ടില്ല, ഒരാളെ കിട്ടിയിട്ടുള്ളൂ. ഞാൻ എന്റെ കല്യാണത്തിന് ശേഷമാണ് ചേട്ടൻ കിട്ടിയത്. ആദ്യം നടന്നത് ഇവന്റെ കല്യാണം. ഞാൻ നിമിഷനെ നേരിട്ട് കാണുന്നത് നിമിഷയും കൊച്ചുമായിട്ട് വരും. അമ്മ ഇതാണ് എന്റെ മോള്, ഇതാണ് എന്റെ ഭാര്യ. പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. പിന്നെ എല്ലാരും മരുമകള്, അമ്മായിമ്മ, മരുമോള് എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ അമ്മായിമ്മ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നത്. നമ്മളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ അമ്മായിമ്മ കിട്ടും. ചെയ്തിട്ടില്ല. എനിക്കൊരു കൊച്ചുകൂടി ഉണ്ട് കേട്ടോ. ഒരു മാരേജ് പ്രപ്പോസൽ നമുക്ക് സംസാരിക്കാം. സൈന പ്ലേയിൽ സ്ഥാനാർത്ഥി ശ്രീകുട്ടന് ശേഷം ടൊവിനോ തോമസ്, സൗബിൻ ഷാഹിർ, ഭാവന തുടങ്ങിയവർ അഭിനയിക്കുന്ന നടികർ ഉടൻ വരുന്നു സൈന പ്ലേ. ഡൗൺലോഡ് ദി ആപ്പ് നൗ. ഓൾറെഡി നിങ്ങളുടെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വിളിയുണ്ട്. അതാണ് സത്യത്തിൽ നമ്മൾ ഇരുത്തണേ. അത് ഭയങ്കര രസമായിട്ടാണ് അമ്മയും മോന്റെ ഒരു കണക്ഷൻ, വിളിയൊക്കെ. അതൊന്ന് വിളിക്കാവോ? അമ്മേ എന്നടാ ശരിക്കും ഇതിന് ഒത്തിരി ഫാൻസ് ഉണ്ടല്ലേ ആ വിളിക്ക്? അതെ അതെ അതെ. ഞങ്ങള് ശരിക്കും ഒരു വീഡിയോ ചെയ്യുമ്പം അമ്മേനൊന്ന്, ഞാൻ എപ്പോഴും വീട്ടിൽ ചെറുപ്പം തൊട്ടേ നമ്മളെ അമ്മയെന്ന് വിളിക്കും. അന്നേരം അമ്മ എന്നാടാ, അതുപോലെ തന്നെ എന്നടാ എന്ന് ചോദിക്കുകയും ചെയ്യും. അതെ. അപ്പൊ അത് ഇത്ര വലിയൊരു ഇതാവുന്ന ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ ശരിക്കും. ആൻഡ് ഒരാളിപ്പോ ഒരു ഗസ്റ്റ് നമ്മുടെ ഇവിടെ നടന്നു വരുന്നുണ്ട് കേട്ടോ. നമ്മള് കരയുന്നൊക്കെ പ്രതീക്ഷിക്കെങ്കിലും ആള് ഭയങ്കര സൈലന്റ് ആയിട്ടാണ് വരുന്നത്. ശരിക്കും ഇന്നത്തെ ഗസ്റ്റ് ഇതാണ് കേട്ടോ. ഇപ്പൊ ഓൾറെഡി എന്നോട് ഇന്റർവ്യൂ വരുന്നതിന് മുമ്പ് നിങ്ങളാണ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന അറിഞ്ഞപ്പോഴത്തേക്ക് മമ്മിയോട് ചോദിക്കണം എന്ന് പറഞ്ഞു വിട്ട ഒരു ചോദ്യം, എങ്ങനെയാണ് ഇത്ര സുന്ദരിയായിട്ട് യങ് ആയിട്ട് ഇരിക്കണ മമ്മി? അങ്ങനെയൊന്നും അറിയില്ല. എന്റെ കാർന്നന്മാര് അതെ അതെ അവര് വിട്ടതുപോലെ ഞാൻ ഇരിക്കുന്നു. പക്ഷെ മമ്മി മേക്കപ്പ് ഒന്നും അധികം ചെയ്യാറില്ല കേട്ടോ. മമ്മിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു, ഞാനായിട്ട് മമ്മീനെ ആദ്യം കാണുമ്പോൾ എനിക്ക് അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിയാണ് മമ്മി. അങ്ങനെ വേറെ ഒന്നും പ്രത്യേകിച്ച് മമ്മി ഒന്നും ചെയ്യാറില്ല. ഇല്ല, എന്ന് വെച്ചാൽ നമുക്ക് പെൺപിള്ളേരില്ലാത്തതുകൊണ്ട് നമ്മൾ ഒത്തിരി ഒരുങ്ങാനോ നമ്മൾ അതിനൊന്നും ശ്രമിക്കാറുമില്ല. ഞങ്ങള് 3 ആണുങ്ങളാണ് കേട്ടോ. അമ്മയ്ക്ക് 3 മക്കളാണ്. മൂത്ത ആള് എന്റെ ചേട്ടൻ, ഞാൻ രണ്ടാമത്തെ ആള്, പിന്നെ ഒരു അനിയനും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ ഇങ്ങനെ അമ്മയൊക്കെ വരുമ്പം ടീച്ചേഴ്സ് തന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് തന്നെ ചോദിക്കും, എടാ അത് അമ്മയാണോ ചേച്ചിയാണോ? അപ്പം അന്നത്തെ ഒന്നും ആലോചിക്കും. പക്ഷെ ഒരു സ്കൂളിലെ ടൈമിലൊക്കെ കുറച്ചും കൂടെ എങ്ങായിരുന്നു. ഇപ്പം കുറച്ച് എന്താ പറയാ ഏജ് ആയി, എന്നാലും സുന്ദരിയാണ്. ഞാനത് വീഡിയോ കാണുന്ന സമയത്ത് വിചാരിച്ചത് ശരിക്കും ഇത് മകൾ അമ്മ എന്നാ വിചാരിച്ചേ. പിന്നെയാണ് ഇത് മരുമകളാണ്, ഇത് മദർലോ ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവണേ. പക്ഷെ അത് ഫേസ് കട്ട് ഏതാണ്ട് ഒരുപോലെ തന്നെയാ. ഇത് കേൾക്കാറുണ്ടോ? ഇഷ്ടംപോലെ കേൾക്കാറുണ്ട്. ഇഷ്ടംപോലെ കേൾക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് തമ്മിൽ എങ്ങനെ അറിയത്തില്ലായിരുന്നു. എല്ലാരും ഞങ്ങളോട് പറയും നിങ്ങൾ ഒരുപോലെയാണ്. ഞങ്ങൾ മമ്മി ഒരുപോലെയാണോ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് സംശയമാട്ടോ. പക്ഷെ പിന്നെ എല്ലാരും നേരിട്ട് കാണുമ്പോൾ ഇത് തന്നെ പറഞ്ഞു. ഞങ്ങൾ ആദ്യം വീഡിയോ കണ്ടിട്ട് നേരിട്ട് കാണുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപോലെ ഇരിക്കുന്നതിന്. ഞങ്ങൾക്ക് വരുന്ന കമന്റുകളിലാണെങ്കിലും കൂടുതലും ഇത് തന്നെയാണ്. ശരിക്കും നിങ്ങൾ ശരിക്കും പറ, നിങ്ങൾ അമ്മയും മോളും ആണോ, ഒന്നും കൂടെ പറയാവോ? ഒന്ന് പറഞ്ഞാലും അവർ പിന്നെ ചോദിക്കും, ശരിക്കും ഒന്നും കൂടെ പറയാവോ എന്ന് പിന്നെയും ചോദിക്കും. അങ്ങനെ എല്ലാരും ചോദിക്കാറുണ്ട്. ഈ മകളെ, മരുമകൾ എന്ന് പറയണ്ടേ, ഈ മകളെ ശരിക്കും ആരാ കണ്ടുപിടിച്ചേ? മകളെ ശരിക്കും ഞാൻ തന്നെ സ്വന്തമായി കണ്ടുപിടിച്ചതാണ്. ലവ് മാരേജ് ആയിരുന്നു? അല്ല, ലവ് മാരേജ് അല്ല, മാട്രിമോണി വഴി കണ്ടുപിടിച്ചതാണ്. പക്ഷെ റിക്വസ്റ്റ് അയച്ചതൊക്കെ ഞാനാണ്. ഒരു ദുർലഭ നിമിഷത്തിൽ നമ്മള് പ്രൊഫൈലിൽ കയറി ഇങ്ങനെ ഇപ്പൊ ടിൻഡർ എന്ന് വിളിക്കും. പണ്ട് അല്ല, ഇപ്പോഴും മാട്രിമോണി ഉണ്ട് കേട്ടോ. മാട്രിമോണിയിലാണ് നമ്മള് ഇങ്ങനെ പ്രൊഫൈലുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു ഫേസ് അട്രാക്റ്റഡ് ആയി.
ഒരു ആക്ട്രസിന്റെ ഫേസ് കട്ടായിട്ട് എനിക്ക് അന്ന് തോന്നി കേട്ടോ ശരിക്കും. എനിക്ക് ആ സമയത്ത് ആ ഫോട്ടോ കണ്ടപ്പോൾ തോന്നിയായിരുന്നു. ആരായിരുന്നു ആ മുഖം? ആ ആക്ട്രസിന്റെ പേര് ജ്യോതി കൃഷ്ണ. ആ ഫോട്ടോയിൽ കേട്ടോ. ഇപ്പൊ ഞങ്ങൾ അതിനകത്ത് ഇട്ടിരുന്നേ ചാവർ വഴിയായിട്ട് കണ്ട് അതിനകത്ത് ഇട്ടിരുന്ന ഫോട്ടോ. അത് അങ്ങനത്തെ ഒരു ഫോട്ടോ ശരിക്കും കണ്ടാലും പറയും ജ്യോതികൃഷ്ണനെ പോലെ ആണെന്ന് നമുക്ക് തോന്നും. അപ്പൊ കൊള്ളാലോ, നല്ലൊരു ഫേസ് ആണ്, എന്റെ ഒരു കൺസെപ്റ്റിലൊക്കെ ഉള്ള ഒരു ഫേസും കാര്യങ്ങളാണ്. പിന്നെ ആളുടെ പ്രൊഫൈല് നമ്മൾ സ്വാഭാവികമായിട്ട് എടുത്ത് നോക്കും ഫേസ്ബുക്ക്. അപ്പൊ നോക്കിയപ്പം നല്ല നല്ല പാട്ടുകൾ കിടക്കുന്നു. നന്നായിട്ട് പാടും കേട്ടോ, രസമായിട്ട് പാടും. ഞാനൊരു ഭയങ്കര മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇതുപോലെ FPയിലെ ആ ഒരു പാട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും അത് എന്റെ മെൽറ്റ് ആയി പോയെന്ന് തന്നെ പറയാം. നല്ലൊരു പാട്ടുണ്ടായിരുന്നു. ഒരു ഡിവോഷൻ സോങ് ആണ്. പക്ഷെ അത് കണ്ടപ്പോ ഞാൻ ഉറപ്പിച്ചു എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്ന് ഞാൻ അന്ന് തീരുമാനിച്ചു. റിക്വസ്റ്റ് അയച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു, പേരൻസ് വിളിച്ചു. അങ്ങനെ ഫുൾ അറേഞ്ച്ഡ് ആണ്. അറേഞ്ച് മാരേജ് ആണ്. ഞങ്ങൾ പ്രതീക്ഷ ഒരു ലവ് സ്റ്റോറി ആയിരുന്നു കേട്ടോ. അല്ല, അതിനുശേഷം ലവ് സ്റ്റോറി ഉണ്ട്. കാരണം അത് വലിയൊരു സ്റ്റോറിയാണ് ഞങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞാല്. കാരണം കോവിഡിന്റെ പീക്ക് ടൈമിലായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ. അപ്പൊ അവിടെ ട്രാപ്പായി പോയി. നിമിഷയുടെ പേരൻസ്, എന്റെ പേരൻസ് ഇവിടെ ആയിരുന്നു. നിമിഷയുടെ പേരൻസ് ഞങ്ങളുടെ കല്യാണം നടത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം അതിനേരമാണ് ഈ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങള് അവിടെ വെച്ച് തന്നെ മീൻസ് കുറെ നാൾ വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു 2 വർഷം വെയിറ്റ് ചെയ്തു. പിന്നെ അപ്പം പ്രേമം അതിനിടയ്ക്ക് നടന്നിട്ടുണ്ട് 2 വർഷം. അതുകൊണ്ട് അറേഞ്ച് മാരേജ് ആണോ എന്ന് ചോദിക്കുന്നവരോട് അറേഞ്ച് മാരേജ് ആണ്. കല്യാണത്തിന് പക്ഷെ ആ ഒരു പീരീഡിൽ ഞങ്ങൾക്ക് ഒത്തിരി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഏകദേശം ഒരു 3 ഇയേഴ്സോളം ഞങ്ങൾക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ഹാപ്പി ആയിട്ട് കെട്ടിയതാണ്. അതെ. അപ്പൊ ഈ കോവിഡ് വന്നപ്പോ നമ്മൾ ഓർത്ത് എപ്പം തീരും എന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മുടെ പാരന്റ്സ് തന്നെ പറഞ്ഞു നിങ്ങൾ ഓസ്ട്രേലിയയിൽ തന്നെ കല്യാണം കഴിക്കുക, അതായിരിക്കും. കാരണം ആർക്കും നമുക്ക് വേൾഡ് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ കല്യാണത്തിന് വലിയൊരു ഇത് പറഞ്ഞാല് ആദ്യമായിട്ട് ചരിത്രത്തില് വരൻ മാത്രം പോയി കല്യാണം അറ്റൻഡ് ചെയ്ത കല്യാണം ഞങ്ങളുടെ കല്യാണമായിരിക്കും. കാരണം ചെക്കന്റെ വീഡിയോ കോൾ ഇവര് അന്നേരം ലൈവ് ഇട്ടു. ചെക്കന്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രം. അപ്പൊ ഞാൻ അവിടെ ഹോട്ടൽ റൂമിലാണ്. അപ്പം കാൻബറയിൽ വെച്ചായിരുന്നു കല്യാണം ഓസ്ട്രേലിയ. അപ്പൊ ഞങ്ങളവിടെ 14 days ക്വാറന്റൈൻ ചെയ്തു. കാൻബറ പോയിട്ട് അതിനുശേഷമാണ് കല്യാണം. അപ്പം ഈ പറയുന്ന പോലെ അതുപോലെ വെറൈറ്റി ആയിട്ട് അപ്പം തലേദിവസം പോയി നമ്മൾ തന്നെ പോയി ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് കല്യാണത്തിന് അന്ന് രാവിലെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് തന്നെ നമ്മൾ നല്ല കണ്ണീന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകുവാണ്. ഭയങ്കര കുറെ നേരം കരഞ്ഞു കേട്ടോ, ഒത്തിരി നേരം കരഞ്ഞു. പിന്നെ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നമ്മുടെ സ്വന്തം കല്യാണത്തിന് നമ്മൾ മാത്രം മുടിയൊക്കെ ചീകി ഡ്രസ് ചെയ്ത് പോവാന്ന് പറയുന്നത്. അതുപോലെ ഒറ്റയ്ക്ക് പോയി കല്യാണം കഴിച്ചു. പക്ഷെ ദൈവാധീനം കൊണ്ട് എല്ലാം നന്നായിട്ട് പിന്നീടായാലും. അമ്മ ഇതെങ്ങനെയാ ശരിക്കും ഫേസ് ചെയ്തത്? കാരണം രണ്ടാമത്തെ മകന്റെ കല്യാണമാണ്, ആരും ഫാമിലി ഇല്ല, ഓസ്ട്രേലിയയിൽ തനിച്ച് ഒരു കൊറോണ കാലഘട്ടത്തിൽ കല്യാണം നടക്കുന്നത്. അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. രണ്ടാമത്തെ മകനാണെങ്കിലും ആദ്യം കല്യാണം കഴിക്കണം ഇവനാ. നമുക്ക് കാരണന്മാർക്ക് എപ്പോഴും ഒരു സങ്കല്പമുണ്ട്, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം, എൻ്റെ മോൻ്റെ കല്യാണം അങ്ങനെ വേണം, എനിക്ക് നമുക്ക് അങ്ങനെ ചെയ്യണം, ഇന്നത് ഇടണം, അങ്ങനെ നമ്മൾ ഒത്തിരി ആദ്യത്തെ കല്യാണം കൂടി രണ്ടാമത്തെ മൂത്തമ്മൻ രണ്ടാമതാണ് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നി. പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ലല്ലോ, അതല്ലാതെ നമുക്ക് പറ്റുള്ളൂ. രണ്ടാമത് കിട്ടിയെന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരും. ആദ്യം നടന്നത് ഇവന്റെ കല്യാണമാണ്. അത് കഴിഞ്ഞാണ് 1 വർഷം കഴിഞ്ഞാണ് അത് അമേരിക്ക വെച്ച് തന്നെയായിരുന്നു. ഞാൻ നിമിഷനെ നേരിട്ട് കാണുന്നത് നിമിഷയും കൊച്ചുമായിട്ട് വരുമ്പോഴാണ്. ഞങ്ങളെല്ലാവരും അതായത് ഇവര് നിമിഷനെ പരിചയപ്പെടുന്നത് കയ്യിലൊരു കൊച്ചായിട്ടാണ്. അങ്ങനെയാണ്. അമ്മ ഇതാണ് എന്റെ മോള്, ഇതാണ് എന്റെ ഭാര്യ. പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ച് കാൻബറയിൽ ചേച്ചിയും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എനിക്ക് അത്രയും ഉണ്ടായിരുന്നു. ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ല, പിന്നെ എന്റെ അങ്കിളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ലക്കി ആയിരുന്നു ആ കാര്യത്തിൽ. പപ്പയും മമ്മിയും ഇല്ല എന്നുള്ളൊരു പ്രത്യേക ഒരു ഭയങ്കര സങ്കടമാണ്. പക്ഷെ എങ്കിലും അവരുണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ ഇച്ചാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വന്ന് അത് കല്യാണം കഴിച്ചത്. പക്ഷെ നമ്മുടെ വീഡിയോസ് കാണുന്ന സമയത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അമ്മ മകൾ എന്ന് തന്നെ നമുക്ക് തോന്നണേ. പക്ഷെ നമ്മുടെ എപ്പോഴും നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു അമ്മായിമ്മ ഉണ്ടല്ലോ, എനിക്കൊന്ന് ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു അമ്മായിമ്മ ആവുന്ന സമയത്ത്, ഒരു മദറിലോ ആവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആയിരിക്കും ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ട്. കാരണം വീട്ടിലെ ആദ്യത്തെ മരുമകളാണ്. സോ ഒരു അമ്മായിമ്മ ആവുന്ന അമ്മയിൽ നിന്ന് അമ്മായിമ്മ ആവുന്ന സമയത്ത് എങ്ങനെയാ അതിലൊരു ചേഞ്ച്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഒരു അമ്മായിമ്മ എന്നുള്ള പേരൊന്ന് മാറ്റണം, അമ്മയായിരിക്കണം. ഏതായാലും എനിക്ക് പെൺപിള്ളേരില്ല. അപ്പോൾ വരുന്ന കൊച്ചുകൂടി ഉറപ്പായിട്ടും എൻ്റെ മകളായിരിക്കണം. അവിടെ ഞാൻ ഒത്തിരി കൊതിച്ചായിരുന്നു ഒരു മകൾ വരിക എന്നുള്ളത്. 4 ആണുങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ഇവന്റെ കൂട്ടുകാരൊക്കെ വരുന്ന ആണുങ്ങളെ വന്നെങ്കിൽ എനിക്ക് ഒത്തിരി ടെൻഷനില്ല.
പെൺപിള്ളേർ വരുമ്പോഴത്തേക്ക് എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പാടില്ല. കാരണം എനിക്ക് പെൺപിള്ളേർ കൂട്ടില്ലല്ലോ, ഈ വീട്ടിൽ ഞാൻ പെൺമാതായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഇതുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും മരുമകള് അമ്മായിമ്മ മരുമകൾ എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ അമ്മായിമ്മ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നത്. അതിൽ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇതേ ഇല്ല. മോള് ഭയങ്കര ലക്കിയാണ്. അതെ അതെ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഭയങ്കര റോൾ മോഡൽ ആണ് മമ്മി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ വരുന്ന ആളും നല്ല അഡ്ജസ്റ്റഡ് ആയിരിക്കണം, അമ്മ അഡ്ജസ്റ്റ് ആവണം. അതുപോലെ തന്നെ അപ്പം എല്ലാവരോടുള്ള ഒരു നമുക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അമ്മായിമ്മ മാത്രം നന്നായ പോരാ, മരുമക്കളും നന്നാവണം. അവർ നന്നായാലേ നമുക്ക് അതുപോലെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അവരുടെ സഹകരണത്തോടെ നമ്മുടെ കൂടെ വേണം. പിന്നെ മമ്മീനെ കുറിച്ച് പറഞ്ഞ മമ്മി ഭയങ്കര ഫ്രണ്ട്ലി ആണ്, എല്ലാ കാര്യത്തിലും മമ്മി റെഡിയാണ്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും മമ്മി അത് നമുക്ക് ചെയ്യാൻ വിഷ എല്ലാ കാര്യത്തിലും മമ്മി എന്റെ കൂടെ എപ്പോഴും കാണും. അപ്പൊ അതാണ് നമ്മുടെ തമ്മിൽ ഒരു നല്ല വൈബാണല്ലോ. അല്ല ഇടയ്ക്ക് ഇവര് ബ്രോ ഒന്നും ഇടാന്നൊക്കെ വിളിക്കും, ജിജി തങ്കാന്നൊക്കെ വിളിക്കുന്നത്. നിങ്ങൾക്ക് നിക് നെയിംസ് ഒക്കെ നിങ്ങൾ ഓക്കെ. എങ്കിലും കുറച്ച് തള്ളാൻ കൂടെ പറയാം. ഇത്രയധികം കാരണം നിങ്ങൾ അത്രയധികം ഭയങ്കര സ്നേഹപ്രകടനം ഞാൻ ഇവിടെ വരുമ്പോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര എനർജി ഉള്ള ഒരു ഫാമിലി, ഭയങ്കര അബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി. നമ്മള് ചിലര് വീഡിയോയില് കാണിക്കുമ്പോ അല്ലെ, ചിലപ്പോ വീഡിയോയിൽ റീൽസ് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മള് റീൽ എന്ന് പറയുന്ന പോലെ ചിലപ്പോ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മള് വീഡിയോയിൽ കണ്ട് തിരിച്ച് നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ഇവരുന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഞങ്ങൾ എങ്ങനെയാണ് പിള്ളേരാണേലും നേരത്തെ ചെറുപ്പത്തിൽ നമ്മളോട് എങ്ങനെയാണ് നമ്മുടെ കൂടെ എടുത്തുള്ള അതേ സ്നേഹത്തിൽ തന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് രണ്ട് പിള്ളേർ വന്നു. ഒരു കുറവും രണ്ട് മക്കളുടെ സൈഡിൽ നിന്നും യാതൊരു കുറവും ഇന്ന് വരെ വന്നിട്ടില്ല. അങ്ങനെ വരണമെങ്കിൽ ഇവരുടെ മാത്രം എടുക്കല്ല, ഇവർ തന്നെ നോക്കിയാൽ ഒരിക്കലും ഒരു അമ്മേനെ അവനെ സന്തോഷത്തോടെ കൊണ്ടാൻ പറ്റില്ല. അത് ഇവരുടെ കൂടെ സഹകരണം കൊണ്ടാണ്. ഇവര് കൂടെ ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് സന്തോഷമായിട്ട് പോകാൻ പറ്റും. ഇപ്പൊ നമ്മളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ അമ്മായിമ്മ കിട്ടും. നമ്മള് ചെയ്തിട്ടില്ല, സമയമുണ്ട്. എനിക്കൊരു കൊച്ചുകൂടി ഉണ്ട് കേട്ടോ, ഒരു മാരേജ് പ്രപ്പോസൽ നമുക്ക് സംസാരിക്കാം.